നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണ് കൈമാറേണ്ടത്. റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകണമെന്ന അതിജീവിതയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇത് എത്ര പ്രധാനപ്പെട്ടതാണ് ഹൈക്കോടതിയുടെ ഈ നീക്കം? ഇത് അതിജീവിതയുടെ ആവശ്യം പൂർണ്ണമായും കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ പ്രതിഭാഗത്തിന് വലിയ വിയോജിപ്പും ഉണ്ടായിരുന്നു, അല്ലേ? കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതാണ് ഈ ദൃശ്യങ്ങൾ ചോർന്നു എന്നതിന് ആധാരമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. പിന്നീട് അത് ഫോറൻസിക് ലാബിൽ പരിശോധിച്ച് അത് ഉറപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂലമായ ഉത്തരവ് നേടുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സെഷൻസ് ജഡ്ജ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തു. തുടർന്നൊരു റിപ്പോർട്ട് കോടതിയിൽ വെച്ചു. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് പക്ഷേ അതിജീവിതയ്ക്ക് നൽകിയിരുന്നില്ല. ഇത് ചോദ്യം ചെയ്താണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നു. അതായത് അതിജീവിതയ്ക്ക് ആ റിപ്പോർട്ടിന്റെ പകർപ്പ് അടിയന്തരമായി നൽകാൻ ജില്ലാ സെഷൻസ് ജഡ്ജിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനുള്ളിൽ എന്താണ് ഉള്ളടക്കം എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ ഭാവി തന്നെ. ഏതെങ്കിലും തരത്തിൽ ഹാഷ് വാല്യൂ മാറി എന്ന സ്ഥിരീകരണം ഈ റിപ്പോർട്ടിലുണ്ടെങ്കിൽ അത് നടൻ ദിലീപ് അടക്കമുള്ളവർക്ക് വലിയ തിരിച്ചടിയാകും. ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന കാര്യമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോടതി പോലും സംശയത്തിന്റെ നിഴലിലേക്ക് വരും. ആരാണ് ഇത് ചോർത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം പോലും ഉണ്ടാകേണ്ട സാഹചര്യവും ഉണ്ടാവും. പക്ഷേ നിലവിൽ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കിട്ടാൻ പോകുന്നതേയുള്ളൂ. ദിലീപ് ഈ വിഷയത്തിൽ അതിജീവിതയ്ക്ക് ഇതിന്റെ പകർപ്പ് നൽകരുതെന്നും തനിക്കത് നൽകണം എന്നും ആവശ്യമുന്നയിച്ചിരുന്നു. പക്ഷേ അത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. യെസ്, മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറണം എന്നാണ് ഉത്തരവ്. റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകണമെന്ന അതിജീവിതയുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഈ ഉത്തരവ് നൽകിയത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.